ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉള്ള ചക്കക്കുരു നമ്മളെല്ലാം വെറുതെ കളയാണല്ലേ. എന്നാൽ നമുക്കിന്ന് ആ ചക്കക്കുരു കൊണ്ടൊരു ചക്കക്കുരു പായസം ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ചക്കക്കുരു പോളയെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 കിലോയോളം ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊരു 4 വിസിലടിച്ച് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഒരു 7 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഉരുക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി, ഒരുപാട് കട്ടിയാക്കരുത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ശർക്കര ഉരുക്കിയെടുത്ത ശേഷം ചൂടാറി കഴിയുമ്പോൾ അരിച്ച് മാറ്റി വെക്കണം. നമ്മുടെ ചക്കക്കുരു എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് അത് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. ഇത് നന്നായി അരച്ചെടുത്ത ചക്കക്കുരു ആണ്. ചെറുതായി കടിക്കാനൊക്കെ തെരിതിരിയുന്ന ചക്കക്കുരു ഇരുന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്കക്കുരുവും ആ ശർക്കരയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറു തീയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നന്നായി ഇളക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ 2 പാക്കറ്റ് പശുവിൻ പാല് അതിലേക്ക് ചേർത്ത് കൊടുത്ത് പാലും ആ ചക്കക്കുരും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. 2-3 മിനിറ്റ് തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളപ്പിക്കാം. ഒരു പാലടയുടെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്ന തരത്തിലുള്ള ഒരു പായസമാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. ഇനി നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1 പിടി മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒരു 4-5 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മുന്തിരിയെല്ലാം നന്നായി ഇങ്ങനെ വീർത്ത് വരും. ആ ഒരു പരിവാവണം. നല്ലപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പായസത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമാണ്. വളരെ ടേസ്റ്റി അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.